തിരുവല്ലയിൽ തുടങ്ങിയതാണ്. തിരുവനന്തപുരത്തും നടന്നു വ്യാപക പരിശോധന. പെൺകുട്ടിയുടെ പരാതിയിൽ തലസ്ഥാനത്ത് ഇന്നലെ ഒരു സ്പാ അടച്ചുപൂട്ടി. അഭിമുഖത്തിനിടെയുണ്ടായ മോശം അനുഭവം പെൺകുട്ടി വെളിപ്പെടുത്തിയത് മാതൃഭൂമി ന്യൂസിനോടാണ്. ഇന്റർവ്യൂക്ക് വന്നിട്ടായിരുന്നു അവിടുത്തെ മാനേജർ അവിടുത്തെ കാര്യങ്ങളും ടീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എപ്പോൾ തൊട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇറങ്ങാറായപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോട്ടോ ഉണ്ടെങ്കിൽ അവരിതാക്കുള്ളൂ എന്ന് പറഞ്ഞു. ആക്ച്വലി അവിടെ നടക്കുന്നത് വേറെ എന്തോ ആണ്. അപ്പം എനിക്കത് പറ്റാത്തതുകൊണ്ട് മാനേജർ എന്നെ ഇറങ്ങാറായപ്പോൾ എന്നെ ഒരുമാതിരി ഷൗട്ട് ചെയ്തു. പിന്നെ എന്നെ അടിക്കാനൊക്കെ വന്നു. യുവതി പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷേ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. ഇന്ന് കഴക്കൂട്ടത്ത് സ്പായിലും മസാജ് സെന്ററുകളിലും കോർപ്പറേഷൻ പരിശോധന നടത്തി. വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകും. കടുത്ത നടപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അനധികൃതമായി പണം സമ്പാദിക്കുന്ന ചില മേഖലകളിൽ കുപ്രസിദ്ധ ഗുണ്ടകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവാറുണ്ട്. ഇതിനെയൊക്കെ തന്നെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഈ ഗുണ്ടകൾ നഗരം കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു കാരണവശാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ സ്വൈരജീവിതം നശിപ്പിക്കുവാനോ ഗുണ്ടകളുടെ കയ്യിൽ അമരുവാനോ അനുവദിക്കുന്ന പ്രശ്നം ഇല്ല. അതിനിടെ തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. നിരണം സ്വദേശി വരുണാണ് പോലീസിന്റെ വലയിലായത്. ആലുവയിൽ നിന്നാണ് വരുണിനെ പിടികൂടിയത്. മരണം സുബിനും ബെർലിൻ ദാസും നേരത്തെ ഈ കേസിൽ പിടിയിലായിരുന്നു. ഇനി ഈ കേസിൽ 3 പേരാണ് പിടിയിലാകാനുള്ളത്. 2 പേർ സംസ്ഥാനം വിട്ടതായാണ് സൂചന. ഈ മാസം 1-ാം തീയതി നടന്ന സംഭവം ഗൂഢാലോചന എന്ന സംശയം, സഹപ്രവർത്തകയ്ക്കെതിരെയുള്ള ആരോപണം, ഗുണ്ടാപ്പുരുവ്, പോലീസിനെതിരെ മാസപ്പടി ആരോപണം. സത്യങ്ങൾ പുറത്തുവരട്ടെ. ടി. എസ്. ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.